ഇത് കൊണസ്കെ മത്സുഷിതയുടെ കഥയാണ്. കൊണസ്കെ ജനിക്കുന്നത് ജപ്പാനിലെ വസമുറ എന്ന വില്ലേജിൽ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലാണ്. ഫാമിലിക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ കൊണസ്കെക്ക് 9ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോകേണ്ടിയും വന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കൊണസ്കെ എഴുന്നേക്കണം, എന്നിട്ട് ഈ ഷോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കണം. ഈ ജോലിയൊക്കെ കഴിഞ്ഞാൽ മുതലാളിയുടെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനം രാത്രി ബെഡിലെത്തുമ്പോൾ കൊണസ്കെ ആകെ ടയേർഡായിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കച്ചവടം കുറവായതുകൊണ്ട് തന്നെ ആ ഷോപ്പ് ക്ലോസ് ചെയ്തു. പിന്നെ കൊണസ്കെക്ക് ജോലി കിട്ടുന്നത് ഒരു ബൈസിക്കിൾ കമ്പനിയിലാണ്. അങ്ങനെ ആ ബൈസിക്കിൾ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഭാഗ്യം കൊണസ്കെയെ തേടി വരുന്നത്. ഒരു ഇലക്ട്രിക് ബൾബ് കമ്പനിയിലെ ജോലി. ബൾബുകളോട് അത്യധികം കൗതുകം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൊണസ്കെക്ക് ആ ജോലി വളരെ ഇഷ്ടമായി. ഈ ബൾബുകളുടെ കൂടെയാണ് കൊണസ്കെ സമയം ചെലവഴിക്കുക. അങ്ങനെ ഒരു ദിവസം കൊണസ്കെ സ്വന്തമായിട്ട് പുതിയ മോഡലിലുള്ള ഒരു ലൈറ്റ് സോക്കറ്റ് ഉണ്ടാക്കി. പക്ഷേ ഇതൊന്നും മാർക്കറ്റിൽ ചെലവാവില്ലെന്ന് പറഞ്ഞ് മുതലാളി അതിന് മുളയിലെ നുള്ളി. പക്ഷെ കൊണസ്കെക്കാണെങ്കിൽ ഈ പ്രോഡക്റ്റിൽ ഭയങ്കര വിശ്വാസം. അപ്പോൾ പിന്നെ പുതിയൊരു കമ്പനി തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ കയ്യിൽ ക്യാഷ് ഇല്ല. അങ്ങനെ ഫ്രണ്ട്സിനോട് ചോദിച്ചു. ഫ്രണ്ട്സിനും ഈ കാര്യത്തിൽ തീരെ ബിലീഫ് ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജോലി ഉപേക്ഷിച്ച് പുതിയൊരു കമ്പനി തുടങ്ങിയാലോ എന്ന് കൊണസ്കെ ആലോചിച്ചു. പക്ഷേ എക്സ്പീരിയൻസും വിദ്യാഭ്യാസവും കയ്യിൽ പണവും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക? അങ്ങനെ തൽക്കാലം ജോലിയിൽ തുടരാൻ കൊണസ്കെ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് നാൾ കൂടി ആ ജോലിയിൽ തുടർന്ന് കുറച്ചായിട്ട് പണം ചേർത്ത് വെച്ച് 1918 23ാമത്തെ വയസ്സിൽ 22 വയസ്സുള്ള തന്റെ ഭാര്യയുടെയും വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ അളിയന്റെയും കൂടെ സ്വന്തം വീട് തന്നെ ഒരു വർക്ക്ഷോപ്പ് ആക്കിക്കൊണ്ട് ഈ കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇവർ 3 പേരും കൂടി പുതിയ രീതിയിലുള്ള ലൈറ്റ് സോക്കറ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറങ്ങിയപ്പോഴാണ് മുതലാളി പറഞ്ഞ കാര്യം സത്യമാണെന്ന് കൊണസ്കെക്ക് തോന്നിയത്. കാരണം ആരും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നില്ല. പക്ഷെ അവർ മാർക്കറ്റിൽ ഇറങ്ങി കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് അവസാനം ഒരു പാപ്പരായി പോകുമെന്ന സ്ഥിതിയിൽ എത്തുമ്പോഴാണ് ഒരു ചെറിയ മിറാക്കിൾ സംഭവിക്കുന്നത്. ഈ ലൈറ്റ് സോക്കറ്റുകളുടെ 1000 പീസിന്റെ ഒരു വലിയ ഓർഡർ. ആ ഓർഡർ കിട്ടിയിട്ട് ഇപ്പോൾ 106 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 106 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. കൊണസ്കെ എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും തൊട്ടടുത്തൊരു പെൻസിലും പേപ്പറും വെക്കും. എന്തിനാണെന്നറിയോ? എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റിനുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ വരച്ചിടാൻ. അങ്ങനെ വരച്ചിട്ട് അതിലൊരുപാട് പ്രോഡക്റ്റുകൾ നിർമ്മിച്ച് അതിലൊരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ വിജയിച്ച് അങ്ങനെ 1989 കൊണസ്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ കൊണസ്കെയുടെ പ്രോഡക്റ്റ് ഇല്ലാത്തൊരു രാജ്യവും ഇല്ല, കൊണസ്കെയുടെ പ്രോഡക്റ്റ് കാണാത്തൊരു മനുഷ്യനുമില്ല. ഇന്ന് 3 ലക്ഷത്തോളം ജോലിക്കാരുണ്ട് കൊണസ്കെ ഉണ്ടാക്കിയ കമ്പനിയിൽ. 7500 കോടിയുടെ വാർഷിക വിറ്റുവരവ് നടക്കുന്ന കമ്പനിയാണ് ആ കമ്പനി. ആ കമ്പനിയുടെ പേര് പനാസോണിക്. തനിയൊരുവൻ എന്ന സിനിമയിൽ അരവിന്ദ് സ്വാമിയുടെ കഥാപാത്രം സ്റ്റേജിൽ കയറി നിന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. வாழ்க்கையில ஒரே ஒரு ஐடியாவை எடுத்துக்கங்க, அந்த ஐடியாவையே உங்க வாழ்க்கையாக்கிங்க. திங்க் அபௌட் இட். 22ാമത്തെ വയസ്സിൽ ഒരു കമ്പനി തുടങ്ങി 94ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുന്നത് വരെ കൊണസ്കെ മത്സുഷിതയുടെ ജീവിതത്തിൽ ഒരേ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഐഡിയ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം.